ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇഡ്ഡലി റെസിപ്പി ഒന്ന് നോക്കാം. പല ആൾക്കാർക്കും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ശരിയാകുന്നില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്താണ്. ഇതുപോലെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാൻ 3 ഗ്ലാസ് പച്ചരി, 2 ഗ്ലാസ് പുഴുക്കലരിയാണ് എടുത്തേക്കണത്. പിന്നെ 1.25 ഗ്ലാസ് ഉഴുന്ന്, 2 ടീസ്പൂൺ ഉലുവ. ഇത്രയും നല്ലപോലെ കഴുകി കുതിർക്കാൻ വെക്കാം. നമ്മൾ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ട് ഒരു 7 മണിക്കൂറൊക്കെ ഫെർമെൻറ്റേഷന് വെക്കണം. രാവിലെ ആകുമ്പോൾ നല്ലപോലെ പൊങ്ങി ഇതുപോലെ നല്ല സോഫ്റ്റ് മാവ് റെഡിയായി കിട്ടും. പിന്നെ ഞാൻ 1.25 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ മാക്സിമം വെള്ളം കുറച്ച് അരയ്ക്കാൻ നോക്കണേ. ഇഡ്ഡലി പൊങ്ങാതിരിക്കാനുള്ള ഒരു കാരണമാണ് വെള്ളം കൂടിപ്പോണത്. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇഡ്ഡലി തട്ടുകത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. ആവി വന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇഡ്ഡലി റെഡിയാകും. അത് നമ്മൾ ഒരു ടേബിളിലിങ്ങനെ മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡിയായ. അതുപോലെ ഈസി ചമ്മന്തി റെസിപ്പിയും കൂടി ഇടാട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. ബൈ.